യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എവിടേക്കൊക്കെയാണ് നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും പ്രയോജനപ്രദം ആയി തീരേണ്ടതിന്, അല്ലെങ്കിൽ ദൈവത്തിന് ഉപയോഗമുള്ളവരായി തീരേണ്ടതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അങ്ങനെ നയിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് നൽകുന്നതായ ധാരാളം വരങ്ങളുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ദൈവം വരങ്ങളെ നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള എഫർട്ടുകൾ, പരിശ്രമങ്ങൾ, കഴിവുകൾ ഇവയെ കൊണ്ടൊന്നും നമുക്ക് ശരിയായ നിലയിൽ ദൈവത്തിനായി ഉപയോഗപ്രദമായി തീരുവാൻ കഴിയത്തില്ല. അപ്പോൾ അതിനൊക്കെ നമ്മെ സഹായിക്കുന്നതാണ് ഈ ആത്മീക വരങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വരങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വരങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് രോഗശാന്തിയുടെ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതായത് അനേക രോഗികൾക്ക് സൗഖ്യമേകുവാൻ കഴിയുവണ്ണം ദൈവം തൻ്റെ ആത്മാവിൻ്റെ വരങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നു എന്നുള്ളത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള ഈ ആത്മീക വരങ്ങൾ അത് അഡ്മിനിസ്ട്രി ചെയ്യുന്നത്, അത് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 12-ന്റെ 11-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ വായിച്ചല്ലോ, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അതിനർത്ഥം ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ആത്മവരങ്ങളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. മറിച്ച് നമ്മൾ ദൈവത്താൽ പ്രയോജനപ്പെട്ട് ദൈവത്തിൻ്റെ ആ ആത്മനിയോഗത്താൽ മാത്രമേ ഈ വരങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഒരു വ്യക്തി വന്ന് പറയുകയാണെന്നിരിക്കട്ടെ, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് സൗഖ്യം ഉറപ്പു കൊടുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ലാസറെ ഉയർപ്പിക്കുന്ന സമയത്തൊക്കെ യേശു പിതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ വരങ്ങളാൽ നമ്മെ നിറയ്ക്കുവാനും വ്യക്തികൾ സൗഖ്യമാകുവാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗികൾക്ക് സൗഖ്യം ലഭിക്കും. പക്ഷേ അതും ദൈവത്തിൻ്റെ തീരുമാനമാണ്, ദൈവത്തിന് ഇഷ്ടമാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരു വ്യക്തിയോട് റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ഹീലായി തീരട്ടെ എന്ന് നമുക്ക് പറഞ്ഞ് ആ വ്യക്തിയെ ഹീലായെന്ന്, അല്ലെങ്കിൽ ആ വ്യക്തി സൗഖ്യമായെന്ന് ബോധ്യപ്പെടുത്തുവാൻ എക്സസൈസുകൾ പറഞ്ഞു കൊടുത്ത് ദൈവനാമത്തെ അപമാനിക്കേണ്ടതില്ല. കാരണം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിൽ ഏർപ്പെടുക. അഥവാ ഒരു രോഗി സൗഖ്യമായില്ല എങ്കിൽ പോലും ദൈവനാമത്തിന് അവിടെ അവമാനം വരുത്തുന്നതായ രീതിയിൽ നമ്മൾ ആരും പെരുമാറാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായും മനസ്സിലാക്കണം. നോക്കൂ, ഈ ചിന്തകളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അടുത്ത ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ് എന്നുള്ള വിഷയമാണ്. ഇന്നലെ നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചല്ലോ. അതിൻ്റെ 2-ാം ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അതായത് വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. ഇന്ന് നമ്മൾ 10-ാം വാക്യത്തിലേക്കാണ് കടക്കുന്നത്. മറ്റൊരുവന് വീര്യപ്രവർത്തികൾ. നോക്കൂ, എന്താണ് ഈ വീര്യപ്രവർത്തികൾ എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ് എന്നുള്ളതാണ്. അതായത് അത്ഭുതത്തിൻ്റെ വരം. അത്ഭുതത്തിൻ്റെ വരം. നമുക്കെല്ലാവർക്കും അത്ഭുതങ്ങൾ വളരെ ഇഷ്ടമാണ്. എന്താണ് അത്ഭുതം എന്ന് പറയുന്നത്? ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അത്ഭുതം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളുടെ വരത്തിന് ഒരു നിർവചനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകൃതിയുടെ നിയമങ്ങളെ മറികടന്ന് പ്രവർത്തിക്കുന്നതായ പ്രവൃത്തികളെയാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുന്നത്.
രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പ്രവാചക ശിഷ്യന്മാർ അവർ മരം മുറിക്കുവാൻ പോയപ്പോൾ അവർ വാടകയ്ക്ക് എടുത്ത് ഉപയോഗിച്ചിരുന്ന കോടാലി അവർ ആ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഊരി അടുത്തുള്ള തടാകത്തിൽ പോയി വീണു. അവർ വളരെയധികം വിഷമിച്ചു. പ്രവാചകൻ വന്നപ്പോൾ പ്രവാചകനോട് അവർ പറഞ്ഞു, യജമാനനെ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലായിരിക്കുന്നു. ഞങ്ങൾ കടം വാങ്ങിയതായ കോടാലി ഈ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയി. ഇത് ഞങ്ങൾക്ക് എടുക്കുക എന്ന് പറയുന്ന അസാധ്യമാണ്. അത്രത്തോളം ആഴമുള്ള ഒരു തടാകമായിരുന്നു അത്. നോക്കൂ, എന്താണ് അവിടെ ആ പ്രവാചകൻ ചെയ്തത്? താൻ ഒരു മിറക്കിൾ താൻ ചെയ്യാനിടയായി തീർന്നു. എന്താണ് മിറക്കിൾ? നോക്കൂ, പച്ച ഇരുമ്പ്, അതിൻ്റെ പ്രത്യേകത വെള്ളത്തിൻ്റെ ആ ഡെൻസിറ്റിയെ കവിയുന്നതായ ഭാരം ആ ഒരു കോടാലിക്കുണ്ട്. പക്ഷെ ഒരു കമ്പ് വെട്ടി ആ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ആ കോടാലി പൊങ്ങി വന്നു. ഇത് പ്രകൃതിയുടെ നിയമത്തെ ഓവർറൈഡ് ചെയ്യുന്നതാണ്. അതിനെ മറികടക്കുന്നതായ പ്രവൃത്തിയാണ് ഈ അത്ഭുതങ്ങളുടെ പ്രവൃത്തി. യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ? അത് ഒരിക്കലും പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചല്ല. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു വ്യക്തിയുടെ മരണശേഷം അവൻ്റെ ശരീരത്തിന് സംഭവിക്കുന്നത് നാശമാണ്. അത് ഈ മണ്ണിനോട് അലിഞ്ഞു ചേരും. പക്ഷെ യേശു എന്താ ചെയ്തത്? ആ പ്രകൃതിയുടെ നിയമത്തെ ഓവർറൈഡ് ചെയ്തുകൊണ്ട് ലാസറിന്റെ ആ അസ്ഥികളെയും ആ മാംസത്തെയും എല്ലാം പുനരുജ്ജീവിപ്പിച്ച് അവനെ 4-ാമത്തെ ദിവസം പുറത്തു കൊണ്ടുവന്നു. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രകൃതിയെ ഓവർറൈഡ് ചെയ്യുന്നത്. ദൈവത്തിന് അത് സാധ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ഈ മിറക്കിൾസിന്റെയൊക്കെ, അത്ഭുതങ്ങളുടെയൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ബഥാനിയിലെ മാർത്തയുടെ മറിയയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ ആ സഹോദരന്മാർ വിലപിച്ച് അവശരായി തീർന്നിരിക്കുന്ന സമയത്ത് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇനി എന്താ മഹത്വം കാണാനുള്ളതെന്ന് അവർ ഒരുപക്ഷെ ചിന്തിച്ച് കാണും. കാരണം തങ്ങളുടെ സഹോദരൻ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചിരിക്കുന്നു, ഇനി എന്തു മഹത്വം. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, വിശ്വസിച്ചാൽ. എന്താ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിന് ഈ പ്രകൃതിയുടെ നിയമങ്ങളെ ഓവർറൈഡ് ചെയ്യുവാൻ, അതിന് മേൽ മറികടക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ ബൈബിളിൽ സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിന്റെ ആ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമാണ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അല്ലാതെ വിശ്വാസം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. വല്ലതും കിട്ടുമോ എന്ന് അവൻ ഉറ്റുനോക്കി. എന്താണ് അവൻ നോക്കിയത്? അന്നത്തെ നാണയങ്ങൾ, അതായത് സ്വർണമോ വെള്ളിയോ അങ്ങനെയുള്ള നാണയങ്ങൾ ലഭിക്കുമോ എന്നായിരിക്കാം അവൻ ഉറ്റുനോക്കിയതിന്റെ പുറകിലുള്ള ഉദ്ദേശം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നോക്കൂ, ഇവിടെ ഒരു മിറക്കിളാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ അത്ഭുതത്തിൽ ഈ സൗഖ്യം പ്രാപിച്ചവന് വിശ്വാസം ഉണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? വിശ്വസിക്കുന്നവരായ ആ ആളുകളായ ഈ പത്രോസും യോഹന്നാനും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരെ പ്രേരിപ്പിക്കുക. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നു. ഇത് പ്രത്യേക സമയങ്ങളിൽ ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം ഉറപ്പിക്കുവാനും അതേപോലെ തന്നെ ദൈവനാമത്തിന്റെ സാക്ഷീകരണത്തിന് വേണ്ടി സംഭവിപ്പിക്കുന്ന ഒന്നാണ് ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതങ്ങൾ എപ്പോഴും സംഭവിക്കില്ല. യേശുക്രിസ്തുവിന്റെ കാലത്ത് പോലും അത്ഭുതങ്ങൾ എപ്പോഴും ഇല്ലായിരുന്നു. യേശുക്രിസ്തു തന്റെ മാതൃസ്ഥലത്തേക്ക് ചെന്നപ്പോൾ പോലും അവിടെ അവിശ്വാസ നിമിത്തം അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് അവിടെ ഒരു പക്ഷേ രോഗികൾ കാണുമായിരിക്കാം, അവിടെ ഒരു പക്ഷേ വളരെ ആവശ്യക്കാരായ ആളുകൾ കാണുമായിരിക്കാം. പക്ഷേ വിശ്വാസം അടിസ്ഥാനമായി ഇല്ലാത്തത് കൊണ്ട് യേശുവിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈ അത്ഭുതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഈ മനുഷ്യനോട് ഈ പത്രോസും യോഹന്നാനും പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് വിശ്വാസത്തിൻ്റെ ഒരു ആജ്ഞാപനവും അതിൻ്റെ മുമ്പിൽ ക്ഷണം നേരം കൊണ്ട് ആ വ്യക്തി അനുസരിക്കുകയും ചെയ്തപ്പോൾ അവന് അത്ഭുതം കാണുവാൻ സാധിച്ചു. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നോക്കൂ, അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് പൗലോസ് അവനോട് പറയുന്നു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു. നമ്മൾ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടെന്നും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഒരു വ്യക്തിയുടെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ അവരോട് സഹതപിക്കുമ്പോൾ തന്നെ അവരുടെ ആ സ്ഥിതിയെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പക്ഷേ ഈ രോഗശാന്തിയുടെ വരമാകട്ടെ, അത്ഭുതങ്ങളുടെ വരമാകട്ടെ, ഇതൊക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് പ്രത്യേക അവസരങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നതായ അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ സമയത്ത് വെളിപ്പെടുന്നതായ പ്രവൃത്തികളാണ് ഈ അത്ഭുതത്തിൻ്റെ പ്രവൃത്തികളെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും അത്ഭുതം ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ അത്ഭുതം ആഗ്രഹിക്കാത്തവരായ ആരുണ്ട്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് ധാരാളം ഓഡിയൻസിനെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചുള്ള ഒരു അത്ഭുതം ചെയ്യുവാൻ പരിശ്രമിക്കുന്നവരായ ആളുകളുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയോഗിതമായ അത്ഭുതങ്ങൾ ഒരിക്കലും അത് ചോദ്യം ചെയ്യപ്പെടത്തില്ല. ആ അത്ഭുതം അത്ഭുതമായി തന്നെ നിലനിൽക്കും എന്ന് മാത്രമല്ല, ആത്യന്തികമായി നമുക്ക് ഈ 2 അത്ഭുത പ്രവൃത്തികളുടെ ഉദാഹരണത്തിന് നമ്മൾ കണ്ടതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവനാമത്തെ ഉയർത്തുന്നതായ അനുഭവങ്ങളായിരിക്കും അത്ഭുതത്തിൻ്റെ ആ വരങ്ങളിലൂടെ വെളിപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണുന്നതായ കാര്യങ്ങൾ അതുപോലെ തന്നെ ദൈവത്താൽ നിൽക്കുകയില്ല. ദൈവത്തിന് ഏതൊരു വിഷയത്തിലും രൂപാന്തരം വരുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഒരു അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കൂ, കനായിലെ കല്യാണ വീട്ടിൽ യേശു അടയാളമായി ചെയ്ത ആദ്യത്തെ അത്ഭുതം അതായിരുന്നല്ലോ. അവിടെ യേശു ക്രിസ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കതായ ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമുക്കറിയില്ല എവിടേക്കാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന്. അതെ, ആ ശീമോന്റെ പടകിൽ യേശു അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ച കാര്യമാണ്. വിശ്വാസം കേവലം നമ്മൾ അറിയുക മാത്രമല്ല, അത് ഏറ്റെടുക്കുക മാത്രമല്ല, വിശ്വാസത്തിൻ്റെ അനുസരണത്തിലൂടെയാണ് നമുക്ക് ആ ദൈവമഹത്വത്തെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അത്ഭുതങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുവാൻ, കാണുവാൻ തക്കവണ്ണം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ കരിയറിനെ ദൈവത്തിനൊരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിനൊരു അത്ഭുതമാക്കി മാറ്റുവാൻ കഴിയും. പക്ഷേ വി ഹാവ് ടു ബിലീവ് ഇൻ ഗാഡ്. നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. അതെ, അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, കാരണം അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ, നീ ഞങ്ങൾക്ക് നിന്റെ ആത്മാവിനാൽ തരുന്നതായ ആ അത്ഭുതങ്ങളുടെ വരങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവം തൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വ്യക്തികളെ, ആളുകളെ ഉപയോഗിക്കുന്നു എന്നുള്ള
ആ വളരെ പ്രധാനപ്പെട്ട വസ്തുത ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കണം അങ്ങ് ഇടയാക്കിയല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കുന്നതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.